Mapak, your perfect packaging partner. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കാലടിയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. മഴയും കാറ്റും മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന് കാലടി ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു. വീടുകളിൽ വെള്ളം കയറിയ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ പ്രിയദർശിനി കോളനിയിലെ 6 കുടുംബങ്ങളെയും 6-ാം വാർഡിലെ 2 കുടുംബങ്ങളെയും 9-ാം വാർഡിലെ 1 കുടുംബത്തെയും മാണിക്യമംഗലം NSS സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പിലേക്ക് മാറ്റും. ഇവർക്ക് വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കും. 2018-ൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തിയ മാണിക്യമംഗലം സെന്റ് റോക്കീസ് പള്ളി, ശ്രീശങ്കര കോളേജ്, സെന്റ് ക്ലെയർ സ്കൂൾ, കാലടി ഗവൺമെന്റ് UP സ്കൂൾ, മാണിക്യമംഗലം ഹരിജൻ വെൽഫെയർ സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആവശ്യം വന്നാൽ ക്യാമ്പുകൾ തുറക്കാൻ യോഗം തീരുമാനിച്ചു. കൈപ്പടൂർ സ്കൂളിൽ കാലടി ഗവൺമെന്റ് UP സ്കൂളിൽ ആവശ്യം വന്നാലും നമുക്ക് ആരോടും ചോദിക്കണ്ട, നമുക്ക് തുറക്കാം. അപ്പൊ അതുകൊണ്ട് അവിടെയും സജ്ജമാക്കാം. ഈ പറഞ്ഞ ബ്രഹ്മാണ്ടത ഇതില്ല, അതിൽ അത്രയൊന്നും പോകുന്നു തോന്നല്ല. ആവശ്യം വന്നാൽ നമുക്കത് ഒന്ന് ചോദിക്കാം. അപ്പൊ അവിടെ പറഞ്ഞാൽ ചേർന്നാൽ മതി. അലോപ്പതി, ആയുർവേദ, ഹോമിയോ തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകും. ക്യാമ്പിൽ ആവശ്യമായ ഭക്ഷണത്തിന് സൗകര്യമൊരുക്കാൻ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകും. ആവശ്യ സമയങ്ങളിൽ സേവനം നൽകാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജീകരിക്കാനും തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊടുക്കുന്നു. ഒന്ന്, നമ്മൾ ക്യാമ്പ് തുറക്കുന്ന സ്ഥലം നമ്മൾ സെറ്റ് ചെയ്യണം. അവിടെ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഇന്ന് വൈകുന്നേരത്തോടെ ക്യാമ്പ് സജീവമാക്കണം. അതിന് ഇപ്പൊ പറഞ്ഞാൽ 5 കുടുംബം 5-ാം വാർഡിൽ നിന്നുണ്ട്, 2 കുടുംബം 6-ാം വാർഡിൽ നിന്നുണ്ട്. വേറെ വെള്ളം കയറിയ വീടുകൾ ഇപ്പോൾ ഇല്ല. 5-ാം വാർഡാണ്. പിന്നെ ഒരു പനിയാരില് 9-ാം വാർഡിലൊരു വീട്. അപ്പൊ 5 3 5 2 7 8 കുടുംബമുണ്ട്. 8 കുടുംബം കൂടി മാണിക്കോല മുമ്പ് കേന്ദ്രീകരിക്കാം. ഒരു റെഡിയാണ്. അതുപോലെ തന്നെ കൂടുതൽ ആവശ്യങ്ങൾ നമുക്ക് അവിടെ അറിയിക്കാം. ഇപ്പൊ എന്തായാലും NSSല് നമ്മൾ ക്യാമ്പ് ഇന്ന് തന്നെ ആരംഭിക്കണം. അതിന് എല്ലാ സംവിധാനവും നമ്മൾ വരുന്നു. എന്ത് കാര്യങ്ങളും നമുക്ക് കൂട്ടായിട്ട് അറിയാം. അത് പഞ്ചായത്ത് എന്നോ റവന്യൂ എന്നോ പോലീസ് എന്നോ അല്ലെങ്കിൽ നമുക്ക് വിഭാഗീയതൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടല്ല. നമ്മുടെ 2014 തെളിയിച്ചു കൊടുത്താണ് എങ്ങനെയാണ് ഒരു ദുരന്തമുണ്ടായാൽ അത് നേരിടുന്നത്. നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് തെളിയിച്ചത്. അതുകൊണ്ട് ഞാൻ അന്ന് 2014 കുട്ടനാട്ടിലായിരുന്നു. കുട്ടനാട്ടിലെ മഹാപ്രളയത്തിൽ ഞാൻ പങ്കാളിയായിരുന്നു. എനിക്കത് നടുവ് ഉൾപ്പെടെയുള്ള നോക്കുകയും ഇഞ്ചുറിയൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അന്ന് അരിച്ചാലൊക്കെ ചോദിക്കുകയും ഇങ്ങനെ പല കാര്യങ്ങളും ജനങ്ങളോടൊപ്പം അത് രാത്രിയൊന്നും പറയുന്നില്ലാതെ ക്യാമ്പുകൾ ഒരു 5 ക്യാമ്പുകളിൽ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനേതായാലും നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളും കൂട്ടായിട്ടുണ്ടായിരിക്കും. എല്ലാം കഴിയുന്ന രീതിയിൽ. കൂടാതെ പ്രധാന കാര്യം ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത് ഇങ്ങനെ ക്യാമ്പുകളൊക്കെ തുറന്നുകൊടുക്കുകയും മറ്റ് പ്രതിസൊക്കെ ഉപയോഗിക്കേണ്ടി വന്നാൽ നൽകുകയായിരിക്കും. അതുകൂടാതെ ഓക്സിസൈക്ലിൻ ടാബ്ലറ്റ് എലിപ്പനി വരാതിരിക്കാൻ. കാരണം ചെറിയ വെള്ളമൊക്കെ വെക്കാൻ പോകണമെങ്കിൽ കാലിലൊക്കെ മുറിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എലിപ്പനി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് താമസിക്കുകയോ അപ്പൊ അവിടെ വെള്ളം മുറ്റത്ത് വരെ വെള്ളം കയറിയിരിക്കുക. 2-ാം വാർഡിൽ 24 വീടുകള് തോട്ടേക്കാട് കോളനിക്ക് താഴെ വെള്ളം 8-ൽ ഉൾപ്പെട്ട വീടുകളാണ്. ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല, മാറ്റേണ്ട വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നാൽ മാണിക്യമംഗലം LP സ്കൂൾ എന്നറിയപ്പെടുന്ന നമ്മുടെ 14-ാം വാർഡിലെ കോളനി സ്കൂളിലേക്ക് അടിയന്തരമായിട്ട് നിർദ്ദേശം കൊടുത്തൊരു ക്യാമ്പ് ആവശ്യമായി വന്നാൽ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാട് കൂടി ആലോചിക്കുക. 18-ലെ പ്രളയത്തിലാണ് നമ്മുടെ ഈ വാർഡിനെയും ടൗണിനൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അത് ഏറ്റവും കൂടുതൽ മനക്കര കടവ് ഭാഗത്തു നിന്നാണ് വെള്ളം ഒഴുകിയത്. അവിടെ വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ, ഷിജി വർഗീസ്, അംഗങ്ങളായ MP ആന്റണി, ബിനോയ് കൂരൻ, KT എൽദോസ്, PK കുഞ്ഞപ്പൻ, ഷിജ സെബാസ്റ്റ്യൻ, ഷാനിദ നൌഷാദ്, ശാന്ത ബിനു, സരിത ബൈജു, സ്മിത ബിജു, PB സജീവ്, വില്ലേജ് ഓഫീസർമാരായ ടോണി, സജി കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീമ നജീബ്, കൃഷി ഓഫീസർ ഷിറിൻ ചന്താര, പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ,
മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. യോഗാവസാനം റോജി എം. ജോൺ MLA സ്ഥലത്തെത്തി എല്ലാ പ്രവർത്തനങ്ങൾക്കും മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്തു.